നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ: ടു ടേംസ് ഓഫ് സ്പെസിഫിക് പൊസിഷൻസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. അതായത് ഓരോ സമാന്തര ശ്രേണിയുടെയും ഒരു രണ്ട് ടേമുകൾ, രണ്ട് പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 5 പദങ്ങൾ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം കൊടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ടേം 34 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സിക്സ്ത് ടേം 67 എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിലത്തെ ബാക്കിയുള്ള 5 ടേമുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഫോർമുല യൂസ് ചെയ്യേണ്ടത്, അതായത് ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഫറൻസ് ആണെന്ന് അറിയാം അല്ലെ, പൊതുവ്യത്യാസം. ഡി കാണാനായിട്ട് നമ്മളൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡി കാണാനായിട്ട് ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഡി കാണാനായിട്ടുള്ള ഫോർമുല ഇത്രയേ ഉള്ളൂ. ടേം ഡിഫറൻസ് by position difference. Term difference by position difference. പദങ്ങളുടെ വ്യത്യാസത്തിനെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡിഫറൻസ് ആണ്. എന്ത്? കോമൺ ഡിഫറൻസ്. ഓക്കെ. അപ്പൊ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ടേംസ് ഏതൊക്കെയാണ്? 67 34 ആണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 67 നിന്ന് 34 കുറയ്ക്കാം. 67 മൈനസ് 34 ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊസിഷൻസ് എന്ന് പറയുന്നത് 6th 3rd ആണ്. അപ്പോൾ 6 മൈനസ് 3 അല്ലെ. അപ്പൊ 67 നിന്ന് 34 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ 33 എന്നാണ് ആൻസർ കിട്ടുക. ഇവിടെ 6 മൈനസ് 3 3 എന്ന് കിട്ടും. അപ്പൊ ഡി മീൻസ് 33 ബൈ 3 ഈക്വൽ ടു 11. അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ ആണല്ലോ. നമുക്കിനി ആദ്യത്തെ 5 പദങ്ങൾ കാണണം. അപ്പൊ ഒന്നാമത്തെ നമുക്കറിയില്ല, രണ്ടാമത്തെ നമുക്കറിയില്ല, പക്ഷെ മൂന്നാമത്തെ നമുക്കറിയാം 34 ആണെന്ന് അറിയാം. നാലാമത്തെ അറിയില്ല, അഞ്ചാമത്തെ അറിയില്ല, പക്ഷെ ആറാമത്തെ നമുക്കറിയാം 67 ആണെന്ന് അറിയാം. അപ്പൊ ആദ്യത്തെ 5 കണ്ടുപിടിച്ചാൽ മതി. ഞാൻ വേറെ കളറിൽ എഴുതാം, ശ്രദ്ധിക്കാം. അപ്പൊ ഈ 34ന്റെ കൂടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 11 കൂടി പോവുകയാണെങ്കിൽ അടുത്ത ടേമുകൾ കിട്ടും. 11 കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിലേക്കുള്ള ടേമുകൾ കിട്ടും. അപ്പൊ 34ന്റെ കൂടെ ഒരു 11 കൂട്ടിയാൽ 45, അതാണ് നമ്മുടെ 4th ടേം എന്ന് പറയുന്നത്. 45ന്റെ കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാൽ 56, അതാണ് നമ്മുടെ അടുത്ത ടേം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി നമുക്ക് ഇപ്പുറത്തെ ടേമുകൾ കിട്ടണമെങ്കിൽ ഈ 34ൽ നിന്ന് ഇത് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 11 കുറച്ചാൽ മതി അല്ലെ. 34ൽ നിന്ന് 11 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 23, അതാണ് നമ്മുടെ സെക്കൻഡ് ടേം. വീണ്ടും ഒരു 11 കുറച്ച് കഴിഞ്ഞാൽ 12 അല്ലെ. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോൾ 11 കുറച്ച് പോവാം, ഇങ്ങോട്ട് പോകുമ്പോൾ 11 കൂട്ടി പോവാം. നമുക്ക് ആദ്യത്തെ 5 പദങ്ങൾ എളുപ്പമായിട്ട് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇതിലത്തെ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്തു നോക്കുക. തേർഡ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ പറയുക, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഇതേപോലെ കറക്റ്റ് ഒരു നമ്പർ കിട്ടിയെന്ന് വരില്ല. 11 ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ഫ്രാക്ഷൻ കിട്ടാം, 1/2 കിട്ടാം, ചിലപ്പോൾ 1/4 കിട്ടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ നമ്പേഴ്സ് കിട്ടാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഈ എന്താണോ കിട്ടുന്ന കോമൺ ഡിഫറൻസ് അത് കൂട്ടി ഇവിടേക്ക് പോവുകയാണെങ്കിൽ ഇപ്പുറത്തെ ടേം കിട്ടും, കുറച്ച് പോവുകയാണെങ്കിൽ ഇപ്പുറത്തെ ടേം കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കിയേ. 5th ടേം 7ഉം 7th ടേം 5ഉം ആണ്. അപ്പൊ നമ്മളിവിടെ ഡി കാണാനായിട്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 7ൽ നിന്ന് 5 കുറയ്ക്കാൻ പാടില്ല. ക്ലിയർ ആയ? 7ൽ നിന്ന് 5 കുറയ്ക്കാൻ പാടില്ല, 5ൽ നിന്ന് 7 ആണ്. 7th ടേം 5 ആണ്, മൈനസ് 5th ടേം 7 ആണ്. അപ്പൊ 5 മൈനസ് 7 ബൈ ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് പറയുന്നത് 7 മൈനസ് 5 ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തില്ലെങ്കിലത്തെ കാര്യം ചെയ്യും. ഇവിടെ 5 മൈനസ് 7 എന്ന് പറയുന്നത് -2ഉം 7 മൈനസ് 5 എന്ന് പറയുന്നത് 2ഉം ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് -1 ആണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ -1ന്റെ സ്ഥാനത്ത് 1 കിട്ടുക. മനസ്സിലായോ? അപ്പൊ ഏതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണം. അത്രേ ഉള്ള കാര്യം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും. ഇനി കുഴപ്പമില്ല, ഡിഫറൻസ് -1 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ 5 പദങ്ങൾ കാണണം. ഒന്നാമത്തെ അറിയില്ല, രണ്ടാമത്തെ അറിയില്ല, മൂന്നാമത്തെ അറിയില്ല, നാലാമത്തെ അറിയില്ല, അഞ്ചാമത്തെ അറിയാം, ഏതാണെന്നറിയാം, 7ആണെന്നറിയാം, ആറാമത്തെ അറിയില്ല, 7ാമത്തെ 5ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ട് പോകുന്നവർ കുറഞ്ഞാ പോകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 7 ആണെങ്കിൽ ഇനി ഇവിടത്തെ സംഖ്യ കിട്ടണമെങ്കിൽ 1 കുറയ്ക്കണം. കാരണം -1 ആണ് ഡിഫറൻസ് വന്നില്ല, 1 കുറയ്ക്കണം. അപ്പൊ ഇവിടെ 6 വരും അല്ലെ. ഇനി ഇവിടേക്ക് പോകുന്നവർ എന്താ കൂടി വരുന്നത്. അപ്പൊ ഇവിടെ 8, 9, 10, 11. നോക്കി സീക്വൻസ് കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക, എന്നിട്ട് പറയാം. ഓക്കെ.